അയ്യപ്പനോട് ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാണ് നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നത്. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. ഇത്രയും ബോധങ്ങളുള്ള മനുഷ്യർക്ക് ഒരു അമ്പലമൊക്കെ പണിത് കൊടുത്താൽ കാശ് വീഴും. വിമർശനം എന്ന പേരിൽ എന്തും പറയാമോ? അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ടതില്ല. ആചാരങ്ങളിൽ യുക്തിയില്ല എന്ന് തോന്നുന്നു എങ്കിൽ ചോദ്യം ചെയ്യാം. അതാണ് സ്വതന്ത്ര ചിന്ത. പക്ഷെ മാളികപ്പുറത്തമ്മയെ നേരിൽ കണ്ടാൽ അയ്യപ്പൻ ബലാത്സംഗ വീരനാകും എന്ന് പറയുന്നത് എന്തു തരത്തിലുള്ള വിമർശനമാണ്? ആചാരത്തെ എതിർക്കാൻ ഇത്രയും തരം താഴ്ന്ന ഒരു ലൈംഗിക പരിഹാസം തന്നെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ തകരുന്നത് ആ വിശ്വാസമാണോ, നിങ്ങളുടെ വിമർശനത്തിൻ്റെ നിലവാരമാണോ? വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തെ അപമാനിക്കുന്ന ഭാഷയെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും വിശ്വാസികൾക്കുണ്ട്. പുരോഗമന ചിന്ത എന്നത് മറ്റൊരാളുടെ വിശ്വാസത്തെ പരിഹസിക്കാൻ കിട്ടിയ ലൈസൻസ് അല്ല. അയ്യപ്പനെ വിമർശിച്ചോളൂ, ആചാരങ്ങളെ വിമർശിച്ചോളൂ. പക്ഷെ ബലാത്സംഗത്തെ പരിഹാസത്തിൻ്റെ ഉപാധിയാക്കുന്നത് പുരോഗമനമല്ല, അത് വാദത്തിൻ്റെ ദാരിദ്ര്യമാണ്. വാക്കുകൾക്ക് മൂർച്ചയുണ്ടാകും, പക്ഷെ മൂർച്ചയുള്ള വാക്കുകൾക്കും നിലവാരം വേണം. നിങ്ങളെപ്പോലെയാകരുത്. സണ്ണി കബിക്കാടെ.